അപ്പം ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സ്വർണ്ണലത. ഞാനൊരു ഹൗസ് വൈഫാണ്. അപ്പം എൻ്റെ ചാനലിൻ്റെ പേരാണ് ഗോൾഡൻ ക്രീപ്പർ. ഞാനിപ്പോൾ 2-3 വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൽ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രം. പിന്നെ കുറച്ച് തുടക്കത്തിൻ്റെ ഒരു സംസാരിക്കാനുള്ള ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല. എന്നാലും വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ലൈഫിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വെച്ചാൽ. എന്തെങ്കിലും എന്ന് വെച്ചാൽ ഞാനിപ്പം ഒരു ഹൗസ് വൈഫാണ്. അപ്പം എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഞാൻ എന്നാ ചെയ്യുന്നത്, എൻ്റെ ലൈഫിലെ ഓരോരോ ചെറിയ ചെറിയ ഹാപ്പിനെസ്സും പിന്നെ സാഡ്നെസ് പിന്നെ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ ചെറിയ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോസ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ഇതെങ്ങനെ ആയിത്തീരും, എവിടെ എത്തും ഒന്നും ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ്. അപ്പം ഇതിനിടെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ വെച്ചിട്ട് ഒരു 7ാം ക്ലാസ് വരെയാണ് മൊബൈൽ കൊണ്ടുപോയത് വെച്ച് ടീച്ചർ ക്ലാസ്സിൽ പിടിച്ചു വെച്ച്, മീൻസ് എടുത്തു വെച്ചിട്ട് അവളുടെ പാരൻസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പാരൻസിനെ അറിയിച്ചത് കൊണ്ട് കുട്ടി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പേടിച്ചിരുന്നു. കാരണം വീട്ടിൽ പോയാൽ അച്ഛനും അമ്മയും അടിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമോ എന്തിൽ ഒരു പേടി ഉണ്ടാവും, നാച്ചുറലി കുട്ടികൾക്ക് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കുട്ടി വീട്ടിൽ പോകാണ്ട് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ലാസ്റ്റിൽ എന്തോ ഭാഗ്യം കൊണ്ട് വീട്ടിൽ പാരൻസിൻ്റെ അടുക്ക് എത്തി. അതേപോലെയാണ് നമ്മളുടെ ചുറ്റുപാടിൽ ഓരോ ഫാമിലീസിലും എന്തായാലും ഒരു കുട്ടിയെങ്കിലും കാണുമല്ലോ. ഇതേപോലത്തെ വികൃതി കളിക്കുന്ന കുട്ടികൾ എന്തായാലും ഉണ്ടാകും. അപ്പോൾ കുട്ടികളാണ്. അപ്പം അവർക്കറിയില്ല അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന്. ഇപ്പം എന്ത് സംഭവിക്കും ഒന്നും അറിയില്ല. കാരണം അവരൊരു ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് ക്ലാസ്സിൽ എന്തെങ്കിലും ഫോട്ടോസ് എടുക്കാനോ അങ്ങനെയല്ലാന്ന് ഫോൺ കൊണ്ടുവന്നത്. ഇപ്പം എൻ്റെ വീട്ടിലും എൻ്റെ മകളുണ്ട്, അവൾക്കും ഫോണെല്ലാം ആവശ്യമുണ്ട്. ചോദിക്കും എന്തെങ്കിലും ഫങ്ഷനിലെല്ലാം പോകുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തോട്ടെ. അപ്പം ഞാൻ ഫങ്ഷൻസിൻ്റെ സമയത്തെല്ലാം കൊടുക്കാറുണ്ട്. കാരണം അപ്പോൾ എല്ലാ ഫ്രണ്ട്സെല്ലാം ഒരുവിധം കുട്ടികളെല്ലാം കൊണ്ടുവരും സ്കൂളിൽ. അപ്പം അല്ലാണ്ട് ക്ലാസ് ടൈമിലൊന്നും കൊടുക്കലില്ല, ചോദിക്കലുമില്ല, ഇങ്ങനെ എടുത്തിട്ട് പോക്കുമില്ല. അപ്പം ഇന്നെന്ന് വെച്ചാൽ എൻ്റെ മോളുണ്ട്, അവളുടെ ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. കാരണം ഇതുപോലെ ഒരു സിറ്റുവേഷൻ വന്നാൽ അവൾ എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുക, അത് എൻ്റെ അടുക്ക പറയുമോ അല്ലെങ്കിൽ മറ്റൊരു കുട്ടി ചെയ്ത പോലെ വേറെ എവിടെയെങ്കിലും പോകുമോ എന്നാന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണെന്ന് ഒരു ബിഹേവിയർ ഇപ്പോൾ ഫ്രണ്ട്ലി ആയിട്ടുണ്ടെങ്കിലല്ലേ കുട്ടികൾ പേടിക്കാണ്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ അടുക്ക സംസാരിക്കൂ. അല്ലെങ്കിൽ ചിലപ്പം പേടിച്ചിട്ടൊന്നും പറയല്ല. എൻ്റെ വിശ്വാസം ഞാൻ എൻ്റെ കുട്ടികളെ നല്ല രീതിയിൽ അന്ന് വളർത്തുന്നതെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. കാരണം ഞാനിപ്പം അവരൊക്കെ ഫ്രണ്ട്ലി ആയിട്ടാണ് ബിഹേവ് ചെയ്യൽ. പേടിയില്ലാണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് പാരൻസിനും ഉണ്ടാവണ്ടേ. അപ്പോൾ കാരണം നമ്മളും ആ കുഞ്ഞു മനസ്സ് കഴിഞ്ഞിട്ട് തന്നെയല്ലേ ഇങ്ങോട്ട് വന്നിന്. അപ്പം നമ്മൾ അവരുടെ ഏജിൽ അവരെന്നാ ചിന്തിക്കുന്നതെന്ന് നമ്മൾക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല കുട്ടികളിപ്പോൾ കുറച്ചും കൂടെ എന്നാന്ന് ചിന്തിക്കുന്ന കുട്ടികളായിട്ടുണ്ട്. അപ്പം എൻ്റെ മോൾ എന്താ ചിന്തിക്കുന്നതെന്ന് അവൾക്കേ പറയാനറിയില്ലോ. അപ്പം അതുകൊണ്ട് അവളുടെ അഭിപ്രായം ഈ കാര്യത്തിൽ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. അവളിപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ടാകുമ്പോൾ നമുക്കൊന്ന് അറിയാൻ കേട്ടോ. ഓക്കെ, അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മോൾ വന്നാൽ അവളുടെ അടുത്ത് ചോദിച്ചിട്ട് അവളെന്നാ പറയുമെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളെന്നാ പറയുന്നത് നോക്കാമല്ലോ. ഒക്കെ വീഡിയോയിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒരു വോയിസ് മാത്രം കേട്ടോ. രണ്ടാമത് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. രണ്ടാമത് ഞാൻ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് എടുക്കും. മൂന്നാമത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ടത്, ഇതൊന്നും നല്ലതല്ല, ഇത് ഭാവിയിൽ നിനക്ക് നല്ലതായിരിക്കില്ല.
ഓക്കെ.